ജയിൽ നോമിനേഷൻ, അതിന്റെ പിന്നാലെയുള്ള വഴക്ക്, ഫുഡ് ഉണ്ടാക്കാത്ത പ്രശ്നം, പിന്നെ ദേഷ്യം വന്ന് ജാസ്മിൻ ജിൻഡോയെ അടിച്ച പ്രശ്നം, അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ദിലീപ് വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ മറ്റൊരു ദിവസം കൂടി. അതാണ് ബിഗ് ബോസ് വീട്ടിലെ 47ാമത്തെ ദിവസം. ഇത്രയും സീസണുകളിൽ ആദ്യമായിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കാത്തതിന്റെ പേരിൽ അടി ഉണ്ടാവുന്നത്. ഫുഡ് എന്തുണ്ടാക്കണമെന്ന് കിച്ചൺ ടീമിന് അറിയില്ല, പവർ ടീമോ ക്യാപ്റ്റനോ പറഞ്ഞില്ല, അതുകൊണ്ട് കിച്ചൺ ടീം ഫുഡ് ഉണ്ടാക്കിയില്ല. എല്ലാവർക്കും വിശന്നപ്പോഴാണ് ഫുഡിന്റെ കാര്യം ഓർമ്മ വന്നത് തന്നെ. അതായത് രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയി, ബാക്കിയുള്ളവർ എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു. കിച്ചൺ ടീമിന്റെ മറുപടിയായി എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് ജിൻഡോ ഇടപെടുന്നു, പിന്നെ ക്യാപ്റ്റന് നേരെ തിരിയുന്നു. ഇതാണ് രാവിലത്തെ പ്രശ്നം. ഒട്ടും വിവരമില്ലാത്ത ആൾക്കാരെ പോലെയാണ് രാവിലെ തന്നെ ഈ ഫുഡിന്റെ പേരും പറഞ്ഞ് ഇവർ അടിയുണ്ടാക്കിയത്. അവിടെയുള്ള ഓരോരുത്തർക്കും രാവിലെ ഫുഡ് കഴിക്കണം എന്ന ബോധം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി പവർ ടീമും ക്യാപ്റ്റനും പറഞ്ഞില്ലെങ്കിൽ തന്നെ കിച്ചൺ ടീം അത് ഓർത്ത് ചോദിച്ച് ചെയ്യണമായിരുന്നു. അതിനു പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംഭവം വഷളാക്കി. ഈ സംഭവത്തിന് പിന്നാലെ ഒട്ടും ബോധമില്ലാത്ത ആൾക്കാരാണ് ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾ എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ ബാക്കി പത്രം നടന്നത് ജയിൽ നോമിനേഷനിലാണ്. പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷൻ ജിൻഡോ, ബാക്കിയുള്ളവരുടെ നോമിനേഷൻ ജാസ്മിൻ. ഏറെക്കുറെ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെയാണ് നോമിനേഷൻ നടന്നത്. കാരണം ആ വീക്കിലെ ഓരോ പ്രവൃത്തികളുടെ ബേസിലാണ് ഈ നോമിനേഷൻ വരിക. ഡേഞ്ചറസ് കോയിൻ ടാസ്കിൽ ജിൻഡോ ശരണ്യനെ അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് അങ്ങനെ ജയിൽ നോമിനേഷനിലേക്കും അതുപോലെ അടുത്ത ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷനിലേക്കൊക്കെ വരുമെന്ന്. ഇനി ജാസ്മിൻ ആണെങ്കിൽ കിച്ചൺ ടീമിലായിട്ട് പണിയെടുക്കാഞ്ഞതാണ് അവിടെ പ്രശ്നം. നിലവിൽ അൻസിബ, അതുപോലെ ജിൻഡോ, ജാസ്മിൻ ഇവര് മൂന്നാളും മാത്രമാണ് കിച്ചൺ ടീമിലുള്ളത്. എപ്പോ നോക്കിയാലും ഈ അൻസിബ മാത്രം കിച്ചണിൽ പണിയെടുക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ജാസ്മിൻ വല്ലപ്പോഴും പച്ചക്കറി അരിയുന്നതും അതുപോലെ ജിൻഡോ ആണെങ്കിൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം കിച്ചണിലേക്ക് വരുന്നതാണ് പതിവ് കാഴ്ച. ഈ കാരണം കൊണ്ടാണ് ഭൂരിഭാഗവും ജാസ്മിനെ ജയിൽ നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത്. നോമിനേഷനിൽ വന്നതും അതുപോലെ പണിയെടുക്കുന്നില്ല എന്ന കാരണം കൂടി ആയപ്പോൾ ജാസ്മിൻ അലറി പൊളിക്കുന്ന അവസ്ഥയാണ് പിന്നെ അങ്ങോട്ടുണ്ടായത്. അതായത് പാത്രം കഴുകാറുണ്ടെന്നും അൻസിബയുടെ അടുത്ത് പണിയുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ലെന്നൊക്കെയാണ് പറയാറുള്ളതെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് ജാസ്മിൻ ഈ സംഭവത്തിന് പിന്നാലെ പറഞ്ഞത്. കാരണം പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകെ പോയി ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറയാൻ പറ്റില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക എന്താണ്. ഇത്രയും ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമില്ല. പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി അതൊക്കെ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇതൊന്നും ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനു പകരം അവിടെ ഇവിടെ ഇരുന്ന് പരദൂഷണം പറയലായിരുന്നു ജാസ്മിന്റെ പ്രധാന പണി. ലാസ്റ്റ് നോമിനേഷനിൽ വന്നപ്പോൾ കിടന്ന് ബഹളം വെക്കുന്നതിൽ ഒരു അർത്ഥമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പവർ ടീമിന് ഉൾപ്പെടെ ജാസ്മിൻ പണിയെടുക്കുന്നില്ലെന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിരുന്നു. സഹി കെട്ടിട്ടാണ് അൻസിബ ജാസ്മിൻ പണിയെടുക്കുന്നില്ലെന്ന് വരെ തുറന്നു പറയുന്നത്. രസ്മിൻ പോലും ജാസ്മിനെതിരെ തിരയണമെങ്കിൽ അതൊന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ജാസ്മിനില്ല. ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷൻ മുഴുവൻ നോമിനേറ്റ് ചെയ്തവരുടെ മേൽ തീർത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതിന്റെ ഒരു ഭാഗമാണ് നോറ. നമുക്കറിയാം, കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ്. അത് ജാസ്മിനെ ശരിക്കും കൊണ്ടു. പണിയെടുക്കുമ്പോൾ പണിയെടുക്കണം, അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കരുത് എന്നൊക്കെ നോറ പറയുന്നുണ്ട്. സംഭവം ഗബ്രിയുമായുള്ള സംസാരമാണെന്ന് വളരെ ക്ലിയർ ആണ്. എപ്പോഴും ജാസ്മിന്റെ പരിപാടിയാണ് തനിക്കെതിരെ ആരെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരുമായിട്ട് വഴക്കിടല്. അതുപോലെ തന്നെയാണ് ഇവിടെ നടന്നത്. സത്യത്തിൽ ജാസ്മിനുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇത്രയും വഷളാക്കിയത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്ന സംഭവം. ഇനി മറുഭാഗത്ത് ജയിലിനുള്ളിലാണ് അടുത്ത അടിയും വഴക്കും നടന്നത്. അവിടെയും ജാസ്മിൻ തന്നെയാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. കിടക്കാനുള്ള സ്ഥലം, അതിന്റെ പേരിലാണ് ജിൻഡോയും ജാസ്മിനും ജയിലിന്റെ ഉള്ളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയത്. രാത്രിയിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതായത് തനിക്ക് കാല് മടക്കി കിടക്കാൻ പറ്റുന്നില്ലെന്നും മാറി കിടക്കണമെന്നും ജിൻഡോയോട് ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അദ്ദേഹം കേൾക്കാൻ തയ്യാറായിരുന്നില്ല. AC-യുടെ തണുപ്പ് കിട്ടാനായി മനഃപൂർവ്വം ജാസ്മിൻ ഒരു ഭാഗത്ത് കിടന്നു എന്നായിരുന്നു ജിൻഡോ പറഞ്ഞുകൊണ്ടിരുന്നത്. ശേഷം പിന്നെ അങ്ങോട്ട് ഫുള്ള് വഴക്ക് എന്ന രീതിയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ രാത്രിയായിട്ട് പോലും വരെ വഴക്ക് കേട്ട് ഓടി വരുന്നുണ്ട്. ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ലെന്ന നിലപാടായിരുന്നു ആദ്യം ജാസ്മിൻ ആയാലും ജിൻഡോ ആയാലും സ്വീകരിച്ചിരുന്നത്, പ്രത്യേകിച്ച് ജിൻഡോ. ഇതിന്റെ ഒക്കെ ഇടയില് ജാസ്മിൻ ദേഷ്യം വന്ന് ജിൻഡോയെ കയ്യിൽ അടിക്കുന്നുണ്ട്. മറ്റുള്ളവര് സൊല്യൂഷൻ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ ജിൻഡോ കൂട്ടാക്കാത്തതോടെ ജാസ്മിൻ ദേഷ്യത്തിലാണ് ജിൻഡോയുടെ കയ്യിൽ അടിക്കുന്നത്. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പോയിട്ട് എന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അലറി സംസാരിക്കുന്നുണ്ട്. ശേഷമാണ് ജിൻഡോയുടെ മേലടിക്കുന്നത്. സംഭവം ദേഷ്യത്തിന് പുറത്ത് ചെയ്തതാണെങ്കിലും അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം നന്ദന ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ജാസ്മിനെതിരെ തിരിയുന്നുണ്ട്. ലാലേട്ടൻ വരുന്ന ദിവസം ഇതിന്റെ പേരിൽ ജാസ്മിന് ചീത്ത കേൾക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട്. ഒന്നെങ്കിൽ ജിൻഡോയും ജാസ്മിനും മനഃപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ദേഷ്യം തീർത്തത്, അങ്ങനെ ഈ പ്രശ്നത്തെ കാണേണ്ടി വരും. അടുത്തത് ദിലീപ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് തന്നെയാണ്.
ദിലീപ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് തന്നെയാണ് എപ്പിസോഡിലെ ഹൈലൈറ്റ്. സീസൺ 4 വിക്രത്തിന്റെ പ്രൊമോഷൻ ഭാഗമായി കമൽഹാസൻ വന്നിരുന്നു. അതിനുശേഷം പിന്നീട് വരുന്നത് ദിലീപാണ്. ദിലീപിന്റെ കഴിഞ്ഞ ദിവസം റിലീസായ പവി കെയർടേക്കർ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത്. അതായത് സിനിമയുടെ പ്രസ് മീറ്റ് നടക്കുന്നു, മത്സരാർത്ഥികൾ, മാധ്യമ പ്രവർത്തകർ സിനിമയുമായി റിലേറ്റഡ് ആയി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇങ്ങനെ ചെറിയ ടാസ്കുകളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. സിനിമയിലെ ദിലീപിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആസ്ക് ഫോർ എ ഡേറ്റ്, പ്രൊപ്പോസ്, ദെൻ ക്ലോസ് ദ ഡീൽ. ആ ഡയലോഗ് അവസാനം പറഞ്ഞതാണ് സത്യത്തിൽ ഹൈലൈറ്റ് ആയത്. ദിലീപ് ആർക്കൊക്കെയോ ഇട്ട് താങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഓൾറെഡി ജാസ്മിൻ, ഗബ്രി ഇവരൊക്കെ റൊമാൻറ്റിക് കപ്പിൾസ് എന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് ഈ ഒരു ഡയലോഗ് പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് ഒരു താങ്ങ് കൊടുത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ജാസ്മിൻ സ്ഥിരമായിട്ട് ജയിലിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ ആഴ്ചയിലും ജാസ്മിൻ നോമിനേഷനിലുണ്ടാവും. അത് മാത്രമല്ല, ജാസ്മിന് പണ്ടേ നല്ല ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കണം ശത്രുക്കളാണ് എപ്പോഴും ജയിലിലെ കൂട്ടിന് കിട്ടുന്നത്. കഴിഞ്ഞ തവണ നോറയാണെങ്കിൽ ഇത്തവണ ജിൻഡോ. പിന്നെ പണിയെടുക്കുന്നില്ല എന്ന ആരോപണം ഒരു പരിധി വരെ കറക്റ്റാണ്. സ്വയം അറിയാം കാര്യമായിട്ട് ഒരു പണി എടുക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് രശ്മിനോട് തനിക്ക് മടിയുണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ജയിലിലെ പ്രശ്നത്തിലായാലും ഒരാൾ വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്ന്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യണം, ഹൈജീൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇവരാരും അതൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അവിടെയും മറന്നുപോയി പവർ ടീം പറഞ്ഞില്ല എന്നൊക്കെ ആയിരിക്കും ഇവരുടെ മറുപടി ഉണ്ടായിരിക്കുക. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ് ഇനി വരാൻ പോണത്. ലാലേട്ടൻ ഇക്കാര്യത്തിലൊക്കെ ശക്തമായി പ്രതികരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്.